പൊതുമാപ്പ് കാലാവധി ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ 1 ശേഷം റെസിഡൻസി വിസ ചട്ടങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾ ഇതിൽ ഉൾപ്പെടില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി സ്ഥിരീകരിച്ചു. സെപ്റ്റംബർ ആദ്യം 2 മാസത്തേക്ക് ആരംഭിച്ച പൊതുമാപ്പ് പിന്നീട് നീട്ടുകയായിരുന്നു. സെപ്റ്റംബർ 1 ശേഷം റെസിഡൻസി വിസ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾ പ്രഖ്യാപിത ഗ്രേസ് പീരീഡിന്റെ പരിധിയിൽ വരുമോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് അതോറിറ്റി പ്രസ്താവന നടത്തിയത്. മറ്റു 3 വിഭാഗങ്ങളും ഈ ഇളവിന് അർഹരല്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കി. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒളിച്ചോടൽ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കൽ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾ, UAE അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങൾ പുറപ്പെടുവിച്ച നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയമായ വ്യക്തികൾ, അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികൾ എന്നിവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. നിയമലംഘകർക്ക് അവരുടെ പദവി ക്രമപ്പെടുത്താനുള്ള അവസാന അവസരമാണിതെന്നും ശേഷം ലംഘനങ്ങൾ തുടരുന്ന ആളുകൾക്കെതിരെ പിഴയുൾപ്പെടെയുള്ള കർശന നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പങ്കാളികളുമായി സഹകരിച്ച് രാജ്യത്തുടനീളം നിയമലംഘകരെ ലക്ഷ്യമിടുന്ന പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കും. രാജ്യം വിടുകയോ തൊഴിൽ കരാറുകൾ നേടിയോ റെസിഡൻസി സ്റ്റാറ്റസ് ക്രമീകരിച്ച് പദവി ക്രമപ്പെടുത്താൻ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതനുസരിച്ചും രാജ്യത്തിന്റെ മാനുഷികവും പുരോഗമനപരവുമായ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന UAEയുടെ 53ാമത് യൂണിയൻ ദിനാഘോഷത്തിനോടനുബന്ധിച്ചാണ് ഗ്രേസ് പീരീഡ് നീട്ടാനുള്ള തീരുമാനമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഷാജഹാൻ പൂവച്ചൽ, കൗമുദി ന്യൂസ്, ദുബായ്.